പ്രാർത്ഥനയും നമുക്ക് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ചുരുങ്ങിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമുക്ക് വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. നീണ്ട പ്രാർത്ഥനയെ പറ്റി നമുക്ക് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് അതിനോടനുബന്ധിച്ച് ചുരുങ്ങിയ പ്രാർത്ഥനയെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതുകൊണ്ട് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 36-37 വാക്യം ദൈവത്തിനെ വായിക്കാം. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 36-37. എനിക്ക് ഉത്തരം അറിയണമേ, നീ ദൈവം തന്നെ. തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് എനിക്ക് ഉത്തരം അറിയണമേ എന്ന് പറഞ്ഞു. ചുരുങ്ങിയ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് സന്ദർഭം അനുസരിച്ചായിരിക്കണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഭവനത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കേണ്ടതായ പ്രാർത്ഥനയുണ്ട്. ഒരു വീട്, ഒരു ചർച്ചിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്. അതുപോലെ ഒരു മീറ്റിങ്ങിന് കടന്നു ചെല്ലുമ്പോൾ ചെയ്യേണ്ടതായ പ്രാർത്ഥിക്കേണ്ടതായ പ്രാർത്ഥന ഇവിടെ കാണുവാൻ കഴിയുന്നു. കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് പ്രവാചകനായ ഏലിയാവ് ചുരുക്കമായി പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? യഹോവേ, എനിക്ക് ഉത്തരം മരണമേ. ഉടനെ ദൈവം എന്ത് ചെയ്തു? ഉത്തരം അരുളുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് പ്രവാചകനായ ഏലിയാവ് ചുരുക്കമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം ഉടൻ അടി മറുപടി സ്വർഗത്തിലെ ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. ഇത് പകൽക്കാലം ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ ചില വിഷയങ്ങളിൽ ചുരുക്കമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ പലപ്പോഴും ഉടനടി അതിന് മറുപടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. അനുഭവിച്ചുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ചുരുക്കമായി നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമുക്ക് അതിന് ഉത്തരം നൽകി, അതിന് അല്പം മറുപടി തന്നു. ദൈവം പ്രാർത്ഥിച്ച മറുപടിക്കായി ഞാൻ വിഷയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം കൊണ്ട് ഒമാനിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടത് പിറ്റേ ദിവസം രാവിലെ എന്റെ ഭവനത്തിൽ എന്റെ പപ്പായുടെ കയ്യിൽ ആ ലെറ്റർ എനിക്ക് ലഭിക്കുവാനിടയായി. ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ ഈ പ്രാർത്ഥനയെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ ഇപ്രകാരം ഞാൻ ചിന്തിക്കുവാനിടയായി. കർത്താവേ, ഒരു ദിവസം കൊണ്ട് ആ ലെറ്റർ ഒമാന്റെ ദേശത്ത് നിന്ന് പത്തനംതിട്ടയില് കടമ്പനാട് എന്ന സ്ഥലത്ത് പോസ്റ്റ് ഓഫീസിൽ ആ ലെറ്റർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ കരുതലാണ്. പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് പോസ്റ്റ് ഓഫീസിന്റെ ബോക്സിൽ ഞാൻ തൊട്ട് ദൈവത്തിന് 6 മണിയായപ്പോൾ രാവിലെ കടന്നു ചെന്ന് ദൈവസന്നിധി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ലെറ്റർ നാളെ അവിടെ കിട്ടണം. എന്റെ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ദൈവം അവിടെ ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പതില് ചില പ്രാർത്ഥന, ചുരുങ്ങിയ പ്രാർത്ഥനയ്ക്കും എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് മറുപടി വയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം പദ്ധതിയുണ്ടെന്നുള്ള കാര്യം ഞാൻ ആത്മാവിനെ വിളിച്ചു പറയട്ടെ. ഇന്ന് പകൽക്കാലം ഈ നാളുകളായി ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന നീണ്ട വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, ചുരുക്കമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ഏലിയാ പ്രവാചകന്റെ പ്രാർത്ഥനയിൽ പർവ്വതത്തിൽ ഏലിയാവ് ചുരുക്കമായി പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ. ദൈവം അവിടെ ഉത്തരം സ്പോട്ടിൽ ഉത്തരം അരുളുവാനിടയായിട്ട് ഒരു ചുരുക്ക പ്രാർത്ഥനയാണ്. ഇത് പകൽക്കാലം ദൈവമക്കളിൽ ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുണ്ട്, ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളല്ല, ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ അറിയേണ്ടതായ കാര്യമാണ്. ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചത് കർമ്മേൽ പർവ്വതത്തിൽ വെച്ച്, കർത്താവേ, നീ ഇന്ന് പകൽ എനിക്ക് ഉത്തരം അരുളണമേ എന്ന് യഹോവയോട്
ഉത്തരം പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ ദൈവം ഉത്തരം അരുളുന്നത്. നമുക്ക് ഈ വാക്യം ഈ 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ കഴിയും. സമയം അതിവേൽ കടന്നു പോകുന്നു. ഞാൻ അവിടെ നിർത്തുകയാണ്. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നു, ഈ 1 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കുക. എബ്ബേസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ 4 കാര്യങ്ങൾ എബ്ബേസ് പറയുക. ഒന്ന്, എബ്ബേസിന്റെ പ്രാർത്ഥന. ഒന്ന്, എന്നെ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം. 2, എന്നെ അതിലൊന്ന് വിസ്താരമാക്കണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം. 3-ാമതായി പറയും, അനർത്ഥം എനിക്ക് വിഷമഹേതുവായി തീരാതവണ്ണം അപേക്ഷിച്ചതിനെ ദൈവം അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവനും നൽകി എന്ന് കാണുവാൻ. എബേസിന്റെ പ്രാർത്ഥന എന്താണ് കാണുവാൻ കഴിയുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി എബേസ് ചുരുക്കമായി പ്രാർത്ഥിച്ചു. അവന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കുവാനായി തീർന്നു. ഒന്നാമതായി എബേസ് പ്രാർത്ഥിച്ചത് നിശ്ചയമായി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അവന്റെ എബേസിന്റെ ജീവിതത്തില് എബേസിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി നൽകുമെന്ന് എബേസിന്റെ ജീവിതത്തില് എബേസിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എബേസ് പ്രാർത്ഥിക്കുന്നത്, നിശ്ചയമായി എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ബദലേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടവരട്ടെ. എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവര് ഈ ആലയം വിട്ട് കടന്നു പോകുമ്പോൾ, ഈ ആരാധന വിട്ട് കടന്നു പോകുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് വേണം ഇത് പകൽക്കാലം നാം കടന്നു പോകേണ്ടത്. പ്രാർത്ഥിക്കുകയാണ്, നിശ്ചയമായി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. രണ്ടാമത് എബേസ് പറയുകയാണ്, വായിച്ചേ. എന്റെ അതിന് ചുരുക്കമായി ചുരുങ്ങിക്കിടക്കുന്ന അവസ്ഥ എന്റെ അതിന് ഒന്ന് വിസ്താരമാക്കണം. ഇത് പകൽക്കാലം വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, ഇത് പകൽക്കാലം ദൈവത്തോടെ പ്രാർത്ഥിക്ക്. എന്നെ ഒന്ന് അനുഗ്രഹിക്കുക മാത്രമല്ല, എന്റെ അതിനൊന്ന് വിസ്താരമാക്കണമേ. നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പകൽക്കാലം സ്വർഗം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ആർക്ക് ഇത് പകൽക്കാലം ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയും? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ആ പ്രാർത്ഥന കേൾക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്, നിശ്ചയമായി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. രണ്ടാമത്തെ എബേസ് പറയുകയാണ്, എന്നെ അതിനൊന്ന് വിസ്താരമാക്കണം. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കുകയും വേണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. എബേസിന്റെ ചുരുക്ക പ്രാർത്ഥന എവിടെ കാണുന്നത്? അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എങ്കിൽ ഇന്ന് പകൽക്കാലം നീ അപേക്ഷിച്ചതിന് ദൈവം നിനക്ക് നൽകുന്ന ഒരു പകൽക്കാലമായി മാറാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ദൈവസ്ഥാനത്തിൽ അപേക്ഷിച്ചതിന് ദൈവം എനിക്ക് നൽകുന്ന ഒരു പകൽക്കാലമാണ്. എന്റെ ജീവിത യാത്രയിൽ എന്റെ കർത്താവിന്റെ കൂടെ ഇരുന്ന് എന്നെ ഇത്രത്തോളം എന്നെ നടത്തിയെങ്കിൽ എന്റെ കർത്താവ് എനിക്ക് തുണയാണ്. എന്റെ കർത്താവിന്റെ പക്ഷത്തുണ്ട്. ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും? ഇത് എന്റെ കർത്താവ് എനിക്ക് തുണയാണ്. പറയുവാൻ കഴിയും. എബേസ് പ്രാർത്ഥിച്ചതിന് എബേസിന് ദൈവം കൊടുത്തത് ഒരു ചുരുങ്ങിയ പ്രാർത്ഥനയ്ക്ക് എബേസിനെ ദൈവം മാനിച്ചെങ്കിൽ ഇത് പകൽക്കാലം നിന്നെ മാനിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ടെന്നുള്ള കാര്യം ഞാൻ ആത്മാവിനത് വിളിച്ചു പറയട്ടെ. നാളുകളായി വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ഇത് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിനക്ക് എന്റെ വിടുതന്റെ പകൽക്കാലമായി മാറാൻ പോവുകയാണ്. അല്ലാതെ എന്റെ കൃപ നിനക്ക് മതി. ഇത് പകൽക്കാലം അല്ലാതെ എന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ആ ശക്തി ഇത് പകൽക്കാലം പ്രാപിച്ചു മടങ്ങി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി യെബേസ് പ്രാർത്ഥിച്ചപ്പോൾ യെബേസിന്റെ ആഗ്രഹത്തെ യെബേസിന്റെ പ്രാർത്ഥന ദൈവം മാനിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ബദല് നീ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നീ കാണാൻ പോവുകയാണ്. ചില ദൈവ പ്രവൃത്തി നീ കാണാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന് മേൽ നിന്റെ തലമുറയിൽ മേൽ നീ അത് കാണാൻ പോവുകയാണ്. നീ ജോലി ചെയ്ത മണ്ഡലങ്ങളിൽ മേൽ നീ അത് കാണാൻ പോവുകയാണ്. നിന്റെ ബിസിനസ്സിന് മേൽ നീ അത് കാണാൻ പോവുകയാണ്. നിന്നെ നിർമ്മിച്ചവരുടെ മുന്നിൽ നിന്നെ പാലിക്കുന്ന ഒരു ദൈവം ഇത് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഇത് പകൽക്കാലം ആ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും. യെബേസിന്റെ പ്രാർത്ഥന ദൈവം 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 യെബേസിനോട് കരുണ തോന്നിയെങ്കിൽ ഇത് പകൽക്കാലം പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ നീ പ്രാർത്ഥിക്കുക. എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനകളിൽ മറുപടി നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വായിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 38-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചു. ഹിസ്കിയാവ് മരിക്കത്തക്ക 39-ാം അധ്യായം. ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം വന്നപ്പോൾ ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നത് ഓർക്കേണമേ എന്ന് പറഞ്ഞു. യെശയ്യാവ് ഏറ്റവും കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 15 തന്റെ ആയുസ്സിനോട് 15 സംവത്സരം നീട്ടി കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ചുരുക്ക പ്രാർത്ഥനയാ. ഹല്ലേലൂയ. ഹിസ്കിയാവ് എന്താ പറഞ്ഞത്? കഴിഞ്ഞു പോയ നാളുകളിൽ ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നത്, അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, അങ്ങയുടെ നാമത്തിന് വേണ്ടി ഓടിയത് ഓർക്കണമേ എന്ന് ഹിസ്കിയാവ് തന്റെ ദൈവത്തോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആയുസ്സിന്റെ 15 സംവത്സരം ഹിസ്കിയാവിന് ദൈവം നീട്ടിക്കൊടുക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ബദല് നീ ഓടിയതും നീ അധ്വാനിച്ചതും ദൈവസന്നിധിയിൽ നിന്നതും ഒന്നും വൃഥാവായി പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ഗ്ലാസ് സന്നിധിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ ദൈവനാമത്തിന് വേണ്ടി പഴിയും ദുഷയും നിന്നയും ഏറ്റിട്ടുണ്ടെങ്കിൽ അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിനത് വിളിച്ചു പറയട്ടെ, അവൻ ആർക്കും കടക്കാരല്ല. നീ ദൈവനാമത്തിന് വേണ്ടി നിന്ന ഏറ്റിട്ടുണ്ടെങ്കിൽ, നീ പരിഹാസവും ദുഷിയും ഏറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹിസ്കിയാവ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം ആയുസ്സിനെ ഹിസ്കിയാവിന് നീട്ടിക്കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമേ, ഹല്ലേലൂയ, ആയുസ്സിനെ നീട്ടി തന്നവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നീ ആരായിത്തീരണം, നീ എങ്ങനായിത്തീരണം, നീ എവിടെയായിത്തീരണമെന്ന് എനിക്കൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള ഒരു മനുഷ്യന്റെ പദ്ധതിയല്ല, അതിനും അപ്പുറമായി ലോകത്തിലുള്ളതായ ഒരു നേതാക്കന്മാരുടെ പദ്ധതിയല്ല. നിന്നെ പറ്റി ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഉദ്ദേശം അത് നടക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
പറയുകയാണ്, ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം വന്നു. യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം അവന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത കർത്താവ് ഇന്ന് പലപ്പോഴും ഈ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി പലപ്പോഴും കടന്നു പോയപ്പോൾ കർത്താവ് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തരണമേ എന്ന് നീ പലപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്റെ സ്വർഗത്തിലെ ദൈവം ഉടൻ നിനക്ക് മറുപടി തന്നത് ആ മറന്നു പോകാതെ ആ ദൈവത്തിന്റെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാൻ ഇടവിടാതെ അർപ്പിക്കേണ്ട പൈസ. നദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയെ പറ്റി ഒരുപാട് കാണുവാൻ കഴിയുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന, ചുങ്കക്കാരന്റെ പ്രാർത്ഥന കാണുവാൻ കഴിയുന്നു. കർത്താവിന്റെ പ്രാർത്ഥന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനുള്ള ക്രൂശിൽ തൂങ്ങിയ കള്ളനെ പറ്റി നമുക്ക് കള്ളന്റെ പ്രാർത്ഥന കാണുവാൻ കഴിയുന്നു. സമയമായി കടന്നു പോകുന്നല്ലോ. ദൈവസന്നിധി കേൾക്കപ്പെട്ട വചനത്തിന് മുന്നിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഇരുന്നുകൊണ്ട് ദൈവസന്നിധി കണ്ണുകൾ അടയ്ക്കാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് പകൽക്കാലം എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നൽകുന്ന പകൽക്കാലമായി തീരണമേ. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്കായി ദൈവത്തിന്റെ സ്ഥലം നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതുപോലെ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവപാദപീഠത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു പിതാവേ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും മൗനമായിരിക്കരുത്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. അല്ല, ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ എബ്രേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചെങ്കിൽ അല്ല, ഇത് കാട്ടിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുവാൻ അല്ല ഏലിയാവ് ഹല്ലേലൂയ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ദൈവസ്ഥലം നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇറങ്ങിയ ദൈവിക അഭിഷേകം ജീവിതത്തിൽ ഇതുപോലെ കാലം ഇറങ്ങുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് കർമ്മേലിൽ ഇറങ്ങിയ ദൈവ പ്രവർത്തി, ജീവിതത്തിൽ ഇറങ്ങിയ ദൈവ പ്രവർത്തി ഇതുപോലെ കാലം കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് എത്ര പേർക്ക് ഇതുപോലെ കാലം പ്രാർത്ഥിക്കുവാൻ കഴിയും. ആ പ്രാർത്ഥനയുടെ മതത്തിന് ദൈവിക ശക്തി ഇറങ്ങട്ടെ. ആ പ്രാർത്ഥനയുടെ മതത്തിന് ചില അന്ധകാരത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകട്ടെ. ആ പ്രാർത്ഥനയുടെ മതത്തിന് ദൈവ പ്രവൃത്തി ഇറങ്ങാൻ പോവുകയാണ്. ചില കോട്ടകൾ തകരാൻ പോവുകയാണ്. ചില അന്യായങ്ങൾ പകരുന്ന പകൽക്കാലമായി മാറാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇത് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവേ, എന്റെ പ്രാർത്ഥനയിൽ ഒരു മറുപടി തന്നിട്ട് എന്നെ ഇത് പറഞ്ഞയക്കാവുന്നത് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. എല്ലാ കണ്ണുകളും അടയത്തിലും ആരും മൗനമായിരിക്കാതെ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി അയച്ചെങ്കിൽ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് കർമ്മേലിൽ ഇറങ്ങിയ ദൈവ പ്രവർത്തി ഇത് പകൽക്കാല ദൈവസന്നിധിയിലായ ദൈവത്തിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി നൽകുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലായ അല്പസമയം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട. കർത്താവേ, ഒരു നിമിഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചാലും